എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇന്നത്തെ വീഡിയോ നമുക്കൊരു ഭക്തിമാർഗമായാലോ? അതെ, ഇന്ന് നമുക്കൊന്ന് മലയാറ്റൂർ മല കയറാൻ പോയാലോ? ഞാൻ കൊച്ചി വന്നിട്ട് 4 കൊല്ലം ആയെങ്കിലും ഇതുവരെ എനിക്ക് മലയാറ്റൂർ മല കയറാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഗുഡ് ഫ്രൈഡേയുടെ അന്നാണ് പോയത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലൊക്കെ. അങ്ങനെ എങ്ങനെയൊക്കെയോ എത്തി, വണ്ടിയൊക്കെ എവിടേക്കോ പാർക്ക് ചെയ്തു. കാരണം അമ്മാതിരി തിരക്കായിരുന്നു. ഗുഡ് ഫ്രൈഡേയും കൂടെ ആയതുകൊണ്ട് പള്ളിയിൽ വരാൻ നല്ല തിരക്കുണ്ടായിരുന്നു. മലയാറ്റൂർ മലയുടെ അവിടം വരെ വണ്ടി കടത്തി വിടില്ല, കാരണം നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ താഴെ ഒരു പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കും ആട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട് ബിബിയും ഫസ്റ്റ് ടൈം ആട്ടോ മല എക്സ്പീരിയൻസ് പറയണോട്ടോ. എന്തിനാ തലയിരിച്ചേ? കേറുന്നതിന് മുന്നേ എന്താ പറയാനുള്ളത്? പറ, എന്താ പറയാനുള്ളത് പറ. എന്താ പറയാനുള്ളത്? കേൾക്കാൻ പാടില്ല, എന്തെങ്കിലും ബൈക്കില്ലേ? എന്താ പറയാനുള്ളത്? ഭക്തിസംതമായ ഒരു വേളയിൽ നമുക്ക് മലയാറ്റൂർ മല കയറി പ്രാർത്ഥനയോടെ മനസ്സിൽ ദൈവത്തെ വിചാരിച്ച് നമുക്ക് മല കയറിയാണ്. സത്യം പറഞ്ഞാൽ മലയാറ്റൂർ പള്ളിയെ പറ്റി ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസും കണ്ട കാഴ്ചകളും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും ആയിരിക്കും കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ദേ നമ്മള് മല കയറാൻ തുടങ്ങിട്ടോ. ഞാനും ബേബി നല്ല എക്സൈറ്റഡും ആയിരുന്നു, അതുപോലെ തന്നെ നല്ല പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. മുകളിൽ വരെ നമ്മൾ എത്തുമോ ഇല്ലയോ, അതോ പകുതി വെച്ച് ഇറങ്ങി വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്തി പ്ലസ് ട്രക്കിംഗ് ഫീലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇവിടെ വഴിയായിട്ടൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ നടക്കുന്ന വഴിയാണ് വഴി എന്ന രീതിയിലാണ് നമ്മൾ പോയത്. നമ്മൾ മുകളിൽ കയറുന്നതിന് മുന്നേ 2 ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പാക്കറ്റ് മെഴുകുതിരിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുടിച്ച് തീർന്നാലും പ്രശ്നമില്ല കേട്ടോ. ഓരോ സ്ഥാനം എത്തുമ്പോഴും അവിടെ വെള്ളം റീഫിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സ്ഥാനത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ 14 സ്ഥാനം കടന്നു വേണം ഏറ്റവും ടോപ്പിലോട്ട് എത്താൻ. സ്ഥാനം എന്നാണോ സ്ഥലം എന്നാണോ എന്ന് എനിക്ക് കൃത്യം അറിയില്ല, കാരണം 2 രീതിയിലും പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. വഴികളൊക്കെ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും, ഓ ഇങ്ങനത്തെ വഴികളല്ലേ, ഇതൊക്കെ എന്താ പാട് കയറിപ്പോവാൻ. ഒരിക്കലുമല്ല, ഇതൊക്കെ ഞാനും വിചാരിച്ചതാ. പക്ഷേ കയറിയവർ പറഞ്ഞു ഇത് കുറച്ചേ ഉള്ളൂ ഈ വഴി, ബാക്കിയൊക്കെ കിടുക്കാച്ചി വഴിയാണ്, കയറുമ്പോൾ മനസ്സിലാവുമെന്ന്. ഇവിടെ കുറേ വിശ്വാസികൾ നേർച്ചയായിട്ട് കുരിശും ഒക്കെ ചുമന്ന് കയറി പോകുന്നതും കണ്ടിട്ടുണ്ട്. ചെറുത് തൊട്ട് ഏറ്റവും വലുത് വരെ ആൾക്കാർ ചുമന്ന് കയറി. എൻ്റെ ഈശ്വര, വലിയ വലിയ കുരിശ് ചുമന്ന് കയറുന്ന കാണുമ്പോൾ നമ്മൾ നെഞ്ചിടിക്കും. അവർ ആ ചുമന്നുകൊണ്ട് പോകുന്ന കാഴ്ച കാണുമ്പോഴത്തേക്കും. വിചാരിച്ചത് ഈസി അല്ലാട്ടാ. നീ എന്തിനാ വിചാരിക്കാൻ പോയേ? 1ാം പടി എത്തിയിട്ടില്ല. 1ാം സ്ഥാനം. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കതിന്റെ നേരത്തെ പറഞ്ഞ പോലെ 14 സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തെ സ്ഥാനം എത്താൻ മാത്രമാണ് കുറച്ച് അധികം ദൂരം നമ്മൾ നടക്കേണ്ടി വരിക. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള 2, 3, 4 ഒക്കെ നമുക്ക് അടുത്തടുത്തായിട്ട് വരും. അപ്പം നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യില്ല. 1ാമത് വരെയാണ് നമുക്ക് ആ ഒരു ദൂരം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് കയറിപ്പോകാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ആ 1ാം സ്ഥാനം. ഇവിടെ നമ്മൾ മെഴുകുതിരി കത്തിക്കും, പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ പ്രാർത്ഥിച്ചിട്ടൊക്കെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് ഇവിടെ നിന്ന് അടുത്ത സ്ഥാനത്തിലോട്ട് പോകുന്നത്.
One eternity later. ആ നേരത്തെ കണ്ടപോലെ ചുമന്ന് കയറ്റിയ കുരിശുകളാണ് ഇവിടെ അത്രയും ഇരിക്കുന്നത്. ഇത് കണ്ടു, മരപ്പൊക്കത്തിലുള്ള കുരിശൊക്കെ ചുമന്ന് കയറ്റാന്ന് പറഞ്ഞാൽ ഈശ്വര, എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല അവരുടെ അവസ്ഥ. അതത്രയും ചുമന്ന് ഇത്രയും പൊക്കത്തിൽ ചുമന്ന് കയറ്റുക എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേ, ഓ. അങ്ങനെ പ്രാർത്ഥിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഒരു ലൈം ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ മല ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫോണൊക്കെ പാക്ക് ചെയ്ത് ബാഗിനകത്തോട്ടാക്കി അങ്ങനെ നമ്മൾ താഴെ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആ ഒരു മലകയറ്റം ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നല്ലാണ്ട് വേറെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ ആസ്മ പേഷ്യൻസ് അല്ലെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ഒന്ന് സൂക്ഷിച്ച് കയറാൻ നോക്കുക. കയറുമ്പോൾ തന്നെ റെസ്റ്റ് എടുത്ത് മാക്സിമം റെസ്റ്റ് എടുത്ത് കയറാൻ ശ്രമിക്കുക. അങ്ങനെ എൻ്റെ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.